VR അനൂപിലേക്ക്. അനൂപ്, ഇപ്പോൾ SIT ഇടക്കാല റിപ്പോർട്ട് നൽകിയ ശേഷമുള്ള ഇടക്കാല ഉത്തരവ് പുറത്തു വരുമ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഇതോടൊപ്പം കൊടിമരവുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിനും കോടതി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തിരിച്ചടിയാണ്, UDF-ന് തിരിച്ചടിയാണ് എന്നുള്ളതാണ് CPM അല്ലെങ്കിൽ ഭരണപക്ഷം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. പ്രതികരണം. ഇവിടെ CPM പ്രതിനിധിയുടെ വാദം വളരെ കൗതുകത്തോടു കൂടിയാണ് ഞാനിവിടെ കേട്ടിരുന്നത്. അദ്ദേഹം താങ്കൾ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് സ്മൃതി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്വർണ്ണക്കൊടിമരത്തെക്കുറിച്ചാണ്. ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു ആശങ്കയില്ലാതെ ഈ സ്വർണ്ണക്കൊടിമരത്തെക്കുറിച്ച് അന്വേഷിക്കാം, പക്ഷേ ഇവർക്ക് ചോദ്യം ചെയ്യേണ്ടവർ ചോദ്യം ചെയ്യാം. പക്ഷേ ഇവിടെ കൃത്യമായി ഈ സ്വർണ്ണക്കൊള്ളയെ അഡ്രസ്സ് ചെയ്തതിൽ നിന്ന് CPM ഒളിച്ചോടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? CPM-ന്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസ് കുറ്റപത്രം കൊടുത്താക്കാൻ വൈകിയത് കൊണ്ടാണ് ഈ കേസിലെ പ്രതികൾ ഓരോന്നായി 1, 2, 3 എന്ന ക്രമത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. ആർക്കറിയാത്തത്? ഇപ്പോൾ ഇതിൽ അന്വേഷണം നടന്നു എന്നതൊക്കെ ഒരു വലിയ ആനക്കാര്യമായി ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ നേട്ടം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ CPM-ന്റെ പ്രതിനിധി അവതരിപ്പിക്കുന്നത്. അന്വേഷണം നടക്കുന്നില്ലെന്ന്. ഈ അന്വേഷണം നടക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയുന്നതല്ലേ. കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, കോടതിയുടെ മോണിറ്ററിങ്ങിൽ, കോടതിയിലെ വാലുവേഷനിൽ നടക്കുന്നൊരു അന്വേഷണം കോടതി ഉള്ളത് കൊണ്ട് മാത്രം സംഭവിച്ചൊരു അന്വേഷണമല്ലേ? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ പ്രസ്താവം ഇല്ലായിരുന്നെങ്കിൽ, അവരുടെ ഇടപെടലില്ലായിരുന്നെങ്കിൽ ഈ അന്വേഷണം നടക്കുമായിരുന്നോ? ഈ കോടതിയുടെ നിയന്ത്രണത്തിലാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പോലും ഇനിയും ഉന്നതരിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്മൃതി ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് ആരാണെന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമുക്കറിയില്ല. പക്ഷേ ഇനി ഇതിൽ വരാനിരിക്കുന്ന ഉന്നതരാരാ? ഇത്തരം കേസിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കേട്ടതല്ലേ, അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ CPM-ലെ പ്രബലരായ പലരുടെയും ഉറക്കം ഇനിയും കൂടുതൽ നഷ്ടപ്പെടും. ഞങ്ങളെ സംബന്ധിച്ച് തുടക്കകാലം നിലപാടുണ്ട്. കേസിൽ 3 പ്രതികളും കട്ടിലപ്പാളിയിൽ 2 അറസ്റ്റും കൂടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതെ, ഞാൻ ഇപ്പോൾ ഇതാരാണ് എന്നതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ സ്വാഭാവികമായും ഞാൻ പറഞ്ഞു വെച്ചത് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഉറക്കം, അദ്ദേഹം തുടക്കം മുതലേ പോയതാ. ഉന്നതനെന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട. കാരണം ഇതൊന്നുമില്ലാതിരുന്ന ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ വളരെ പ്രാരംഭ ദശയിൽ തന്നെ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടതാ. ആ ഉറക്കം തിരിച്ചു കിട്ടേണ്ട സാഹചര്യം ഇപ്പോഴും വന്നിട്ടില്ല. ഇപ്പോഴും ഇനിയും ഉന്നതർ വരാനുണ്ടെന്ന് പറയുമ്പോൾ ഈ പറയുന്ന ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? അതോടൊപ്പം തന്നെ UDF കാലത്തെ കൊടിമര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ ഇപ്പോൾ കോടതി പറയുന്നുണ്ട്. VR അനൂപ്, അത് പ്രാഥമിക അന്വേഷണമാണ്, പ്രാഥമിക പരിശോധന നടത്താൻ പറഞ്ഞിരിക്കുന്നത് വിജിലൻസിനോടാണ്. എന്നാലും അതിൽ മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് നൽകണം. 30 ദിവസത്തിനകം ഈ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കണം. തീർച്ചയായും അത് പരിശോധിക്കേണ്ടതെന്നേ ഞങ്ങൾ പറയുന്നത്. എന്താ, ഇത് രണ്ട് കേസാണ്. ഇപ്പോൾ സ്വർണ്ണ കൊള്ളയുടെ കാര്യത്തിൽ കൃത്യമായി CPM-ന്റെ ഉന്നതരായ നേതാക്കന്മാർ, CPM-ന്റെ നേതൃപദവിയിലിരിക്കുന്ന ആളുകൾ, CPM നിയോഗിച്ച ആളുകൾ, CPM ദേവസ്വം ഭരണം ഏൽപ്പിച്ച ആളുകൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വന്നു, പക്ഷെ അവർ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അതിനെ മറയ്ക്കണം, അതിനെ മായ്ക്കണമെങ്കിൽ, ഒരു വര ചെറുതാക്കണമെങ്കിൽ അതിലും വലിയ വര വരയ്ക്കണമെന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിൻ്റെ കാലത്തും നിരവധിയായ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിനും അന്വേഷണം നടക്കട്ടെ എന്ന് സ്ഥാപിക്കലാണെന്നേ. കോൺഗ്രസ് ഇതിനെ ഭയപ്പാടോടുകൂടി കാണുന്നില്ല. കോൺഗ്രസ് എന്താ പറയുന്നത്? കോൺഗ്രസിൻ്റെ പൊസിഷൻ എന്താ? കോൺഗ്രസ് പറയുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് അത്തരം അന്വേഷണത്തിൻ്റെ ഉമ്മാക്കി കാണിച്ച് ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കുറയ്ക്കാമെന്ന് CPM വിചാരിക്കേണ്ട. ഇപ്പോൾ പോലും ഞങ്ങളുടെ കാലത്ത് ഈ പറയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ജയിലിലുള്ള നാണക്കേട് മറയ്ക്കാൻ കോൺഗ്രസിൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിട്ടില്ലെന്ന് ചോദിക്കുന്നത് നിങ്ങൾ അന്വേഷിക്കുന്നേ. ആരാണ് അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നത്? ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണോ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരല്ലേ? അപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാർ നേതൃത്വം നൽകുന്ന കേന്ദ്രത്തിലാണെങ്കിൽ BJP-യുടെ സർക്കാരാണ്. ഇവർ തുടക്കം മുതൽ ഈ കേസിനെ പോലും സോണിയാഗാന്ധിയിലേക്ക് പോലും അർത്ഥത്തിൽ അവരെ പോലും സംശയത്തിൻ്റെ പുകമുറയിൽ നിർത്താനുള്ള വലിയ പരിശ്രമങ്ങളുണ്ടായി. CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പോലും പറയേണ്ടി വന്നു അത്തരം പരിശ്രമങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങുന്നുവെന്ന്. ഇപ്പോൾ സദാനന്ദ ഗൗഡ, സംഘപരിവാറിൻ്റെ മുഖ്യമന്ത്രി, ഇവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഒരു CPM-കാരനും ഒന്നും പറയണ്ട. സോണിയാഗാന്ധിയെ ആക്രമിക്കണം, സദാനന്ദ ഗൗഡ നിന്നാൽ കുഴപ്പമില്ല, പിണറായി വിജയൻ നിന്നാൽ കുഴപ്പമില്ല. പക്ഷെ സോണിയാഗാന്ധി ആ ഫോട്ടോയിൽ വന്നാൽ പ്രതി പ്രശ്നമാണ്. ഇവിടെ CPM-നെ സംബന്ധിച്ച് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഒരു ഇന്നത്തെ കോടതി ഉത്തരവിലേക്ക് തന്നെ വരികയാണെങ്കിൽ VR അനൂപ്, ഇപ്പോൾ ഈ ശബരിമലയെ
ജില്ലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരോപണം കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് എന്നുള്ളത് ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക ചട്ടങ്ങൾ പാലിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതിൽ സ്വർണമൊക്കെ വലിയ തോതിൽ സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികളല്ല എങ്കിലും സ്വർണം സംഭാവനയായി കിട്ടിയിട്ടുണ്ട്. അത് സിനിമാ താരങ്ങളടക്കം വല്ലാതെ സംഭാവന നൽകിയിട്ടുണ്ട്. അതൊക്കെ എവിടെ പോയി എന്നുള്ളതിൽ ഒരു കൃത്യതയില്ല. കാരണം ഇതിന് നിർമ്മാണത്തിന് ശേഷം ബാക്കി വന്നിട്ടുണ്ട് ആ സ്വർണം. അത് എവിടെയോ പോയിട്ടുണ്ട്, ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വിജിലൻസ് അന്വേഷിക്കണമെന്നാണ്. സ്വർണം തന്നെയാണ് അവിടെയും. അല്ല, ആ അത്തരം അന്വേഷണത്തിനെതിരായി ഇതുവരെ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവന വന്നോ? ഈ അങ്ങനെ ആരോപണ വിധേയമായ ആളുകൾ അന്വേഷണത്തിൽ അറസ്റ്റ് ചെയ്താൽ അവരെ ഞങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞോ? ഇവിടെ വളരെ കൃത്യമാണെന്ന്. ഈ ഘട്ടത്തിലും ഈ പറയുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളെ തള്ളിപ്പറയാനോ അവർക്കെതിരെ പൊളിറ്റിക്കലായി ഒരു ആക്ഷൻ എടുക്കാനോ ഈ പറയുന്ന ആളുകൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് വളരെ കൃത്യമാണെന്ന്. ഇത് വിശ്വാസത്തിന് നേരെ തന്നെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇവിടെ കേവലം ഈ പറയുന്ന സാമ്പത്തികമായൊരു തട്ടിപ്പിന്റെ പ്രശ്നമല്ല. ശബരിമല പോലെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയത്തിൽ അത്തരം ഒരു പകൽ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ആളുകളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്ന സമീപനമാണ് CPM എടുത്തിട്ടുള്ളത്. അതാണ് പ്രശ്നം. ഇത് ഈ പറയുന്ന വിശ്വാസികളായ ആളുകൾ ഉൾപ്പെടെ അപമാനിക്കലാണെന്നേ. അല്ലെങ്കിൽ പറയുന്നത് എന്താ? പ്രാഥമികമായി ഈ ആളുകൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു. പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പേരിൽ, രാഷ്ട്രീയമായ ധാർമ്മികതയുടെ പേരിൽ അവരെ മാറ്റി നിർത്തണമെന്ന് പറയണ്ടേ? പക്ഷെ മാറ്റി നിർത്താൻ അവർ തയ്യാറായിട്ടില്ല. ഇവർക്ക് ഇപ്പോഴും രാഷ്ട്രീയമായ സംരക്ഷണം CPM കൊടുക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനോ മറയ്ക്കാനോ ഇല്ല. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ എടുത്തൊരു നിലപാടുണ്ട്. ഇത് എന്ന് പറയുന്നത് CPMന്റെ ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ്. സ്മൃതി മനസ്സിലാക്കണം, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ ഇത്തരം ആരോപണങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയരുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രമേയം എന്തായിരുന്നു? അയ്യപ്പനെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ് ഇവരൊരു സ്റ്റാമ്പ് സൈസിലുള്ള അയ്യപ്പന്റെ ഫോട്ടോയും വലിയ പിണറായി വിജയന്റെ വലിയൊരു ചിത്രം വെച്ച് പിണറായി വിജയനെ ബ്രാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുക ചെയ്തത്. ഇവർക്ക് വിശ്വാസത്തോടും വിശ്വാസികളോടുമുള്ള ഇവരുടെ രാഷ്ട്രീയമായ സമീപനത്തിൽ തുടർച്ചയാണെന്നേ. ഇപ്പൊ CPMന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് താങ്കൾ കേട്ടതല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്നത് ദൈവമാണ്. പിണറായി വിജയൻ കാണുന്ന ആളുകളുണ്ട്. ഇവിടെ അയ്യപ്പ വിശ്വാസത്തെ അല്ല ഞാൻ പറയുന്നത്. ഇത് വിശ്വാസം പോലെ, ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് കേരളത്തിൽ ഇവിടെ ഒരു വലിയ കൂട്ടം വിശ്വാസികൾക്ക്, വലിയ വിഭാഗം വിശ്വാസികളെ സംബന്ധിച്ച് മുറിവേറ്റിരിക്കുകയാണെന്നേ. ഇത് അതൊരു സാമ്പത്തികമായി അങ്ങനത്തെ ഒരു മെഷർമെന്റിലൂടെ മാത്രം കാണുന്ന വിഷയമല്ലല്ലോ. ഇത്ര സ്വർണം പോയി എന്നുള്ളതല്ലോ ശബരിമലയെ സംബന്ധിച്ച്, വിശ്വാസികളെ സംബന്ധിച്ച് പാവനമായി കരുതുന്ന വിശ്വാസം ആക്രമിക്കപ്പെട്ടിരിക്കുക. അപ്പൊ ആ വിഷയത്തിൽ CPM അല്ല ഏത് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാടെന്താ? ഇത്ര ഗുരുതരമായ കുറ്റകൃത്യം ചെയ്ത ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കില്ല, അന്വേഷണം നടക്കട്ടെ എന്ന് പറയണ്ടേ? ഈ ഘട്ടത്തിൽ പോലും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ, ഇതിന്റെ പേരിൽ ജയിലിൽ പോയ ആളുകളെ സംരക്ഷിക്കുന്നു എന്ന് മാത്രമല്ല ഓരോരുത്തരെയായി ജയിലിൽ നിന്ന് ഇറക്കുന്ന സമീപനമാണ് CPM സ്വീകരിക്കുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്തുകൊണ്ട് ജയിലിൽ പോയ ആളുകൾ ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ കുറ്റപത്രം വൈകി. CPM അവരെ സഹായിച്ചു, CPMന്റെ പോലീസ് സഹായിച്ചു, ആഭ്യന്തര വകുപ്പ് സഹായിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഈ കൊള്ളയ്ക്ക് രാഷ്ട്രീയമായ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് CPM. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. ഞങ്ങൾ അത്തരം ഒരു രക്ഷാ കവചം നൽകി അതിനെ സംരക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.